Very good morning to Joel sir, Unikishan sir, and my dear Mindplus family members. ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ എനിക്ക് അനുവാദം തന്ന, അനുഗ്രഹം തന്ന, അവസരം തന്ന പ്രിയപ്പെട്ട ജോർജ് സാറിനും ഉണ്ണികൃഷ്ണൻ സാറിനും നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇത് 2024 സെപ്റ്റംബർ 8 നമ്മുടെ മൈൻഡ്ലസ് തുടങ്ങിയിട്ട് 1378ാമത്തെ ദിവസം. ഒരു കഥയിലൂടെ നമുക്ക് തുടങ്ങിയാലോ? സുഹാസിനി പേര് പോലെ തന്നെ കേട്ടോ, വളരെ പ്രസന്നവതിയായ, വളരെ ചുറുചുറുക്കോടുകൂടി ആക്റ്റീവായിട്ട് മുഖത്ത് എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയൊക്കെ കൊണ്ട് നടക്കുന്ന നല്ലൊരു വ്യക്തിത്വം. സുഹാസിനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സുഹാസിനി സദാ സന്നദ്ധയായിരുന്നു. അങ്ങനെ സുഹാസിനിയുടെ ഈ ഒരു മനോഭാവത്തെ, ഈ ഒരു ശീലത്തെ പലരും മുതലെടുക്കാൻ തുടങ്ങി. ജോലി സ്ഥലത്ത് പലപ്പോഴും മറ്റുള്ളവരുടെ ജോലികൾ സുഹാസിനി ഏറ്റെടുത്തതോടുകൂടി ഓവർ കമ്മിറ്റഡ് ആയി. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? കൃത്യസമയങ്ങളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സുഹാസിനിക്ക് കഴിയാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ സുഹാസിനിയുടെ ഉള്ളിൽ തനിക്കൊന്നിനും കഴിയില്ല എന്നുള്ള ചിന്ത വളരാൻ തുടങ്ങി. സുഹാസിനിയുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് വാല്യൂവും വളരെയധികം കുറഞ്ഞു തുടങ്ങി. സത്യത്തിൽ ഇങ്ങനെയുള്ള സുഹാസിനിമാർ നമുക്കിടയിലും ഉണ്ടല്ലേ? നമുക്ക് ഈ സുഹാസിനിയെ ഒന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണ്ടേ? ആക്ച്വലി ഇവിടെ സുഹാസിനിക്ക് സംഭവിച്ചത് എന്താ? ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയില്ല, നോ പറയാൻ അറിയില്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഹെൽത്തി ബൗണ്ടറീസ്, ഹാപ്പി ലൈഫ്. ഈ ബൗണ്ടറീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഓർമ്മ വരിക? ശരിക്കും ചിലർക്ക് ഓർമ്മ വരുന്നുണ്ടാവും നമ്മുടെ വസ്തുക്കളെ തമ്മിൽ തിരിക്കുന്ന ഒരു അതിർത്തിക്കൽ, അല്ലെ? അല്ലെങ്കിൽ ഒരു ചുറ്റുമതിലും ഒരു ഗേറ്റും ഒക്കെ, അല്ലെങ്കിൽ വീടിന്റെ ഒരു വാതിൽ. ആക്ച്വലി ഇതെന്താ? ഒരു സംരക്ഷണ വലയമാണ്, അല്ലെ? ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലിയർ ലിമിറ്റ്സ് ദാറ്റ് ഡിഫൈൻ വാട്ട് ഈസ് ആൻഡ് ഈസ്ന്റ് അക്സെപ്റ്റബിൾ ഇൻ എ റിലേഷൻഷിപ്പ്. ബന്ധങ്ങളിൽ സ്വീകാര്യമായതും സ്വീകാര്യമല്ലാത്തതും എന്താണെന്ന് വ്യക്തമായി നിർവചിക്കുന്ന പരിധികളാണ് ബൗണ്ടറീസ്. ഇറ്റ്സ് എ ക്ലിയർ ഡെഫിനിഷൻ ഓഫ് വാട്ട് യു ആർ ആൻഡ് ആർന്റ് ഓക്കെ വിത്തിൻ യുവർ റിലേഷൻഷിപ്സ്, ഇന്ററാക്ഷൻസ് ആൻഡ് ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ നമ്മൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് ഈ ബൗണ്ടറീസ് വ്യക്തമാക്കുന്നു. According to Asset on Brown, boundaries are in simple things. The recognition of personal space. Boundaries. നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് റെക്കഗ്നൈസ് ചെയ്യുക, അതാ ബൗണ്ടറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് നമ്മളെ ഇൻട്രോസ്പെക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് നോക്കാം, നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, ഒരു ഹെൽത്തി ബൗണ്ടറി നമുക്ക് ഉണ്ടോ എന്നൊക്കെ. ഒന്ന് ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, ഉത്തരവും നമ്മുടെ ഉള്ളിൽ കൊടുക്കുക. യു എ പീപ്പിൾ പ്ലേസർ. നിങ്ങളൊരു പീപ്പിൾ പ്ലേസ്ഡ് ആണ്. പീപ്പിൾ പ്ലീസർ എന്തായിരിക്കും നമുക്കറിയാം, ഇല്ലേ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, സ്വന്തം സെൽഫ് ഇമേജ് നിലനിർത്താൻ വേണ്ടി എന്ത് കാര്യവും ഏറ്റു. നോ പറയാനേ അവർക്കറിയില്ല, ഓവർ കമ്മിറ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു പീപ്പിൾ പ്ലേസ്ഡ് ആണോ നിങ്ങൾ? ഡു യു റിയാക്ട് ഇമ്പൾസീവ്ലി? അതായത് നമ്മൾ കയ്യിൽ ചൂടടിച്ചാൽ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കയറി പോയി. അതുപോലെ ഇമോഷണൽ ഔട്ട്ബസ്റ്റ് ഉള്ള ചിലരുണ്ട്. ജീവിതത്തിലെ ചെറിയ ചെറിയ സ്റ്റിമുലസിനോട് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, ഇമ്പൾസീവ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന വ്യക്തികളാണോ നിങ്ങൾ? 3, ഡു യു നോ യുവർ ലിമിറ്റ്സ്? നിങ്ങളുടെ പരിധികൾ എന്താണെന്ന് വ്യക്തമായി നിങ്ങൾക്ക് അറിയും. ഇനി അത് അറിയാമെങ്കിൽ തന്നെ അത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? ആർ യു ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി യുവർ നീഡ്സ് ആൻഡ് ലിമിറ്റ്സ് ടു അതേഴ്സ്? ഡു യു ഫീൽ കോൺഫിഡന്റ് ഇനഫ് ടു സേ നോ? നോ ഇസ് എ കംപ്ലീറ്റ് സെന്റൻസ്, അല്ലെ? നമുക്ക് പലപ്പോഴും കോൺഫിഡന്റ് ആയിട്ട്, അസർട്ടീവ് ആയിട്ട് നോ പറയാൻ സാധിക്കാറുണ്ടോ? നോ പറഞ്ഞ ഒരുപക്ഷെ നമ്മുടെ സെൽഫ് ഇമേജ് പൊളിഞ്ഞാളല്ലേ? ഇത് നമ്മൾ അസസ് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തിനാ ഈ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന്, ടു ഫോസ്റ്റർ ഹെൽത്തി റിലേഷൻഷിപ്സ്. മൈൻഡ്ലെസ് തന്നെ നോക്കിയാൽ മതി.
മൈൻഡ് ബസ്സിൽ നമ്മൾക്ക് അവിടെ എന്താ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്ട് ആണ്. ആരും ആരുടെ പേഴ്സണൽ സ്പേസിലോട്ട് കൈകടത്തുന്നില്ല. നല്ല ബന്ധങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ട്, പ്രൊട്ടക്ട് ദ ടൈം ആൻഡ് എനർജി. ഫോർ എക്സാമ്പിൾ, ഒരു ചില ഫോൺ കോളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാനുണ്ട്. എന്റെ ലൈഫിലുള്ളതാണ്. ഒരു 4-5 വർഷം മുന്നേ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫാണ്, എന്റെ സീനിയർ സ്റ്റാഫാണ്. പുള്ളിക്കാരി ഞാൻ വീട്ടിലെത്തി കഴിയുമ്പോൾ എന്നെ കോൾ ചെയ്യും. കോൾ ചെയ്തിട്ട് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ കോൾ എൻഡ് ചെയ്ത് മിനിമം 40 മിനിറ്റ്സാ. ഈ കോൾ എൻഡ് ചെയ്ത് കഴിയുമ്പം എന്റെ എനർജി ഫുൾ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ പുള്ളിക്കാരിക്ക് ആയിരുന്നില്ല പ്രശ്നം. ഇത് ഞാൻ മനസ്സിലാക്കുന്ന പിന്നീടാണ്. എനിക്കവിടെ അസർട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു എന്റെ വിഷയം. പക്ഷെ ഞാൻ പറയുന്നത് ആ പുള്ളിക്കാരി എന്റെ ടൈം മുഴുവൻ വേസ്റ്റ് ചെയ്തു, എന്റെ എനർജി മുഴുവൻ വേസ്റ്റ് ചെയ്തു, അങ്ങനെയാണ്. ഇൻസിഡൻസിൽ നിന്നും നമ്മൾക്കൊരു രക്ഷ വേണമെങ്കിൽ ഒരു ബൗണ്ടറി നമുക്ക് വേണം, നമ്മൾ അറിയണം. ടു മെയിൻറ്റെയിൻ ദ ഇമോഷണൽ ആൻഡ് മെന്റൽ വെൽബീങ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കിയാൽ മതി. നമ്മുടെ ടൈമും എനർജി സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ വ്യത്യാസം വരും. പിന്നെ ചില സമയത്ത് നമ്മളൊന്ന് ഓർത്ത് നോക്കിയാല്, ഒരു ഡാമിന്റെ ഷട്ടർ തുറന്നാല് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുകയാണ് അല്ലെ, ഒഴുകുകയാണ്. അതുപോലെ രാവിലെ ഉണർന്ന് കഴിയുമ്പോൾ മുതൽ ചിന്തകളുടെ ഒരു പ്രവാഹം ഇങ്ങനെ നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരുന്നുണ്ട്. അവിടെ നമുക്കൊരു ബൗണ്ടറി വേണ്ടേ? വേണം. അവയർനെസിന്റെ ബൗണ്ടറി ടു ഇൻക്രീസ് സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് എസ്റ്റീം. ആക്ച്വലി ഒരു പീപ്പിൾ പ്ലേസർ ആയിരിക്കുമ്പോൾ നമുക്ക് സെൽഫ് ഇമേജ് ഇല്ല, സെൽഫ് റെസ്പെക്ട് ഇല്ല, സെൽഫ് വാല്യൂ ഇല്ല, സെൽഫ് വേർത്ത് ഇല്ല. പക്ഷെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ഇമേജും ഇൻക്രീസ് ചെയ്യും. പലതരത്തിൽ ബൗണ്ടറീസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെയല്ല, പല രീതിയിലാണ്. ഓരോരുത്തർക്കുടെയും വ്യത്യസ്തമാണ്. അതായത് ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ചിലർക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്സിൽ എങ്ങനെ ബൗണ്ടറി കീപ്പ് ചെയ്യണമെന്ന് അറിയില്ല. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കുഞ്ഞുനാൾ മുതലേ ഒരു ഫിസിക്കൽ ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യണം, ഒരു പേഴ്സണൽ സ്പേസിലോട്ട് വേറൊരാൾ കൈകടത്തിയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്. രണ്ട്, ഇമോഷണൽ ആൻഡ് മെന്റൽ ബൗണ്ടറി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വർക്ക് പ്ലേസിൽ തന്നെ നിരന്തരം ഒരു വ്യക്തിയെങ്കിലും കാണും അല്ലെ വന്നിരുന്ന് ഗോസിപ്പ് പറയുന്നവർ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ. ചില ആൾക്കാരുണ്ട്, അവർക്കറിയില്ല. എല്ലാവരും ഹെൽപ്പ് ചെയ്യൂല്ലേ. അപ്പൊ ആരെന്ത് ചോദിച്ചാലും തന്നെ കൊണ്ട് കഴിയില്ലെങ്കിലും കടം വാങ്ങിയിട്ടായാലും ഹെൽപ്പ് ചെയ്യും. കാശ് ചോദിക്കുന്നവരുണ്ടാവും. ഒരാളെ അല്ല, പലരെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ടോ സമയത്തിന് തിരികെ കിട്ടാതെ സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടിട്ടുള്ള ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? അല്ലെങ്കിൽ തന്നെ ഒരു ഫാമിലിയിൽ 1 മന്തിൽ, ഒരു മാസത്തേക്ക് എങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യണമെന്നോ, എങ്ങനെ അത് ഒരു ബൗണ്ടറിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് പോകണമെന്നോ നമ്മൾ പലർക്കും ഒരു പരിമിതികളുണ്ടാവും. ടൈം ബൗണ്ടറി. ടൈം ബൗണ്ടറിക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ മൈൻഡ് ബസ് നോക്കിയാൽ മതി. ഫീഡ്ബാക്ക് സെക്ഷനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, 1 മിനിറ്റ്. എന്തിനാ ഈ 1 മിനിറ്റ് പറയുന്നത്? ഒന്ന്, പ്രോപ്പർ ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൃത്യസമയത്തിൽ എല്ലാ കാര്യവും മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ട്, മറ്റുള്ളവർക്കും അവസരം കൊടുക്കണം. ഒരാൾ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ളവരുടെ അവസരം നഷ്ടപ്പെടുകയാണ് അല്ലെ. അതുകൊണ്ട് ഇത് മാത്രമല്ല കേട്ടോ, പല എക്സാംസ് എടുക്കാം നമ്മുടെ ലൈഫിൽ. നമ്മൾ എവിടെയാണ് ടൈം വെറുതെ സ്പെൻഡ് ചെയ്യുന്നത് നോക്കുക. അവിടെ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അത് പേഴ്സണലാണ്. ബൗണ്ടറി സെറ്റിംഗ് എപ്പോഴും പേഴ്സണലാണ്. ദെൻ ഡിജിറ്റൽ ബൗണ്ടറി. എനിക്ക് തോന്നുന്നു നമ്മളിൽ ഏറെ പേർക്കും ഈ ഡിജിറ്റൽ ബൗണ്ടറി ആയിരിക്കും സെറ്റ് ചെയ്യാനുണ്ടാവുക. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലോ അധികം സമയം ചെലവാക്കുന്നവരായിരിക്കും നമ്മളിൽ അധികം പേര് അല്ലേ. അതിനൊരു വ്യക്തമായ ക്ലാസ് തന്നെ നമ്മുടെ അശോക് സർ എടുത്തു കഴിഞ്ഞു. അപ്പം ഇത് മാത്രമല്ലല്ലോ, ചിലർക്ക് ഫുഡ് ബൗണ്ടറി ആയിരിക്കും, ജങ്ക് ഫുഡ്സിന് അഡിക്റ്റ് ആയിരിക്കും. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് എന്താണ് നമുക്ക് വേണ്ടതെന്ന് വ്യക്തമായി ഐഡന്റിഫൈ ചെയ്യുക. പലതരത്തിലും നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ബൗണ്ടറീസ് ഉണ്ടെങ്കിലും നമ്മൾ അറിയണം എങ്ങനെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. സ്റ്റെപ്സ് ടു സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡന്റിഫൈ യുവർ ലിമിറ്റ്സ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഇമോഷണൽ ബൗണ്ടറി ആണോ സെറ്റ് ചെയ്യേണ്ടത്, ഫിസിക്കൽ ആണോ, ഡിജിറ്റൽ ആണോ, എന്താണ് നമ്മുടെ പരിധി എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം അതിനൊരു രൂപരേഖ കൊടുക്കുക. ആക്ച്വലി നമ്മളത് ജേർണലിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എവിടെയാണ് എന്റെ പരിധി, ഏതാണ് ഞാൻ എവിടെയാണ് നിശ്ചയിക്കേണ്ടത്, 1 at a time എടുത്ത് മുന്നോട്ട് പോവുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വർക്ക് പ്ലേസിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗോസിപ്പ് പറയുന്ന ഒരാളാണ്. അപ്പൊ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. ഐഡന്റിഫൈ ചെയ്തു, ബട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് അസേർട്ടീവ്ലി. അസേർട്ടീവ്നെസ് എന്താന്ന് നമുക്കറിയാം. ഒരാളെ ഹേർട്ട് ചെയ്യാതെ പറയേണ്ടുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയും. ഇതാണ് അസേർട്ടീവ്നെസ്. ഓ, അങ്ങനെ ഒരു
എക്സാമ്പിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഗോസിപ്പ് പോയിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് വരുവാണ്, നമ്മൾ ഐഡന്റിഫൈ ചെയ്തു നമ്മുടെ ലിമിറ്റ് എന്താണെന്ന് നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കുക. ഇനി പുള്ളിക്കാരി ഇങ്ങനെ വരുവാണെങ്കിൽ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ, ഞാൻ നമ്മുടെ ബന്ധത്തെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത്തരത്തിലുള്ള ഗോസിപ്സ് ഇനി ഞാൻ അനുവദിക്കില്ല, എനിക്കതിൽ താല്പര്യമില്ല. എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ഇനി സംഭവിച്ചാൽ തന്നെ അതാണ് ഐഡന്റിഫൈ ദ കോൺസിക്വൻസസ്. അത് എങ്ങനെ ഡീല് ചെയ്യണമെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മനസ്സിൽ കണ്ടിരിക്കണം. 4, ബി കൺസിസ്റ്റന്റ്. വീണ്ടും ഉണ്ടാവും അല്ലെ, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇനിയും ഉണ്ടാവും. ഇനിയും ആ വ്യക്തികൾ തന്നെ നമ്മളിലോട്ട് ഒന്നുകൂടെ കയറാൻ ശ്രമിക്കാം. സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യണം. ഏതൊരു ശീലത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. സോ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ദെൻ ബി ഓപ്പൺ ടു ഫീഡ്ബാക്ക് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. ശരിക്കും നമ്മൾ അസേർട്ടീവ് ആവുന്ന സമയത്തുണ്ടല്ലോ, അഗ്രസീവ് ആവര് വളരെ സബ്മിസീവ് ആവാനും, സബ്മിസീവ് ആയിട്ടുള്ളവര് ഇച്ചിരി അഗ്രസീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ബൗണ്ടറി ചില സമയത്ത് റിജിഡ് ആയി പോവാം. ആവശ്യമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ചെറിയ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ആവാം, അഡ്ജസ്റ്റ്മെന്റ് വരുത്താം. ഇതാണ് സ്റ്റെപ്പ്. സെറ്റിംഗ് ബൗണ്ടറീസ് ഡസന്റ് മീൻ പുഷിംഗ് അതേഴ്സ് അവേ, ബട്ട് റാദർ പുള്ളിംഗ് വൺസെൽഫ് ക്ലോസർ ടു സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. ശരിക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു മതിൽ കെട്ടി അടച്ചിട്ട് ഈ ലോകത്ത് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു നെഗറ്റീവ് നമ്മളടുത്ത് വരണ്ടെന്ന് പറഞ്ഞ് അടച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഒന്നുമല്ല. നമ്മുടെ സെൽഫ് ലവും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും വർദ്ധിപ്പിക്കുന്ന ഒരു പരിധി മാത്രമാണ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. According to law religion, just as we expect others to value our boundaries, it's equally important for us to respect the boundaries of others. അല്ലെ, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു മറ്റുള്ളവർക്കും കൊടുക്കാൻ നമ്മൾ ശീലിക്കണം. ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്, സെറ്റിംഗ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്തല്ല, ഡിസ്റെസ്പെക്ട് അല്ല. ഇവിടെ ആരെയും ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ സെൽഫിഷ് ആകുന്നതല്ല. ലോസ് ഓഫ് എമ്പതിയോ ലോസ് ഓഫ് കമ്പാഷനോ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ എമ്പതി ഇല്ലാതാവുന്നില്ല, കമ്പാഷൻ ഇല്ലാതാവുന്നില്ല, ഒന്നുമല്ല. എന്താണ്? ബൗണ്ടറീസ് ആർ ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ഐ ക്യാൻ ലവ് യു ആൻഡ് മീ സൈമൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് എനിക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഡിസ്റ്റൻസ് മാത്രമാണ്. ഒന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അക്കോർഡിംഗ് ടു ബ്രെൻഡോ, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ഹെൽത്തി ബൗണ്ടറീസ്. ആരോഗ്യപരമായ ബൗണ്ടറീസിന്റെ ആണിക്കല്ലെന്ന് പറയുന്നത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. അസർട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും, ഏറെക്കുറെ. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം.